നമസ്കാരം. 12ാം ക്ലാസ്സിലെ രസതന്ത്രം രണ്ടാമത്തെ യൂണിറ്റ് സൊല്യൂഷൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട കോൺസെൻട്രേഷൻ ടേംസ് എല്ലാവരും നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ആ കോൺസെൻട്രേഷൻ ടേംസിൽ പല സന്ദർഭങ്ങളിലും ഉപയോഗത്തിനനുസരിച്ച് പോരായ്മകളും നേട്ടങ്ങളും ഓരോ കോൺസെൻട്രേഷൻ ടേംസിനും ഉണ്ടാകാം. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, ടെമ്പറേച്ചറിനെ ആശ്രയിക്കുന്നതായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കോൺസെൻട്രേഷൻ ടേമുകളുണ്ട് നമ്മൾ കണ്ടത്. വോളിയം അടിസ്ഥാനമാക്കി വരുന്ന കോൺസെൻട്രേഷൻ ടേമുകൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം ടെമ്പറേച്ചർ വ്യത്യാസം വന്നാൽ, താപനില വ്യത്യാസം വന്നാൽ ആ വോളിയത്തിന് നേരിയ തോതിലെങ്കിലും വ്യത്യാസം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കോൺസെൻട്രേഷനും വ്യത്യാസം വരാം. എന്നാൽ മാസിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള കോൺസെൻട്രേഷൻ ടേമുകൾ, അതുപോലെ നമ്പർ ഓഫ് മോൾസിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള മോൾ ഫ്രാക്ഷൻ പോലെയുള്ള കോൺസെൻട്രേഷൻ ടേമുകൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്, ടെമ്പറേച്ചറിനെ ആശ്രയിക്കുന്നില്ല. ആ കാര്യം കൂടി കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേമുകളുമായി, പദങ്ങളുമായി ബന്ധപ്പെട്ട് ഓർമ്മയിലുണ്ട്. ഒരു ചെറിയ പരിശോധന എന്ന നിലയിൽ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ethylene glycol in its aqueous solution containing 20% of ethylene glycol by mass. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. Let 100 gram of the solution contains 20 gram of ethylene glycol and 80 gram of water. അതായത് ഇവിടെ 20% ethylene glycol by mass എന്നാണ്. അതിൻ്റെ അർത്ഥം 100 gram സൊല്യൂഷൻ എടുത്താൽ 20 gram ethylene glycol ഉണ്ട് എന്നാണ്. അപ്പോൾ 20 ഗ്രാമിൻ്റെ ബാക്കി 80 ഗ്രാം വാട്ടറാണ്. നമുക്ക് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കാണാൻ കഴിയും 62 ഗ്രാം മോൾ റേഷ്യോ -1 എന്നാണ് വരുന്നത്. അതുപോലെ വാട്ടറിൻ്റെ മോളാർ മാസ് 18 ഗ്രാം പെർ മോളാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെയും എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസാണ് നമ്പർ ഓഫ് മോൾസ് തരുന്നത്. രണ്ടിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. വാട്ടർ 4.444 മോൾ എന്നും എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ നമ്പർ ഓഫ് മോൾസ് 0.322 മോൾ എന്നുമാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോൾ ഫ്രാക്ഷൻ കൈ ഗ്ലൈക്കോൾ, എത്തിലീൻ ഗ്ലൈക്കോൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 0.068 എന്നാണ് കിട്ടുന്നത്. എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോൾ ഫ്രാക്ഷൻ 0.068 എന്ന് കിട്ടുന്നു. അതുപോലെ നമ്മൾ വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ 0.932 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ മറ്റൊരു വഴിക്കും അത് ചെയ്യാം. എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോൾ ഫ്രാക്ഷൻ 1 നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടും. 1 - 0.068. അത് അങ്ങനെ പരിശോധിച്ചാലും 0.932 ആണ് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ എന്ന നിലയിൽ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റ് കോൺസെൻട്രേഷൻ ടൈമുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളും എല്ലാവരും ഒന്നുകൂടി പരിശീലിക്കുക. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ സോലിബിലിറ്റി എന്ന ഒരു ടേമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സോലിബിലിറ്റി പ്രോഡക്റ്റ് ഒക്കെ 11ാം ക്ലാസ്സിൽ ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും സോലിബിലിറ്റി മീൻസ് solubility of a particular substance in a particular solvent means the maximum
amount of that substance which can be dissolved in a specified quantity of that solvent at the given conditions of temperature and pressure. അപ്പോൾ ഒരു നിശ്ചിത ഊഷ്മാവിലും മർദ്ദത്തിലും ഒരു സോൾവെന്റിന്റെ ഒരു നിശ്ചിത അളവിൽ പരമാവധി ലയിപ്പിക്കാൻ കഴിയുന്ന, ഡിസോൾവ് ചെയ്യാൻ കഴിയുന്ന സൊല്യൂട്ടിന്റെ അളവാണ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസിന്റെ അളവാണ്, അല്ലെങ്കിൽ കമ്പോണന്റിന്റെ അളവാണ് ആ കമ്പോണന്റിന്റെ സോലിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോലിബിലിറ്റിയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളെ ആശ്രയിച്ചാണ് സോലിബിലിറ്റി വാല്യൂസ് വരുന്നത് എന്നുള്ളത് പ്രാധാന്യം അർഹിക്കും. ഒരു സൊല്യൂഷൻ നമ്മൾ പരിഗണിച്ചാൽ, പ്രത്യേകിച്ച് ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ ഒരു സൊല്യൂട്ടും സോൾവെന്റും ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും നേച്ചർ അനുസരിച്ച് സോലിബിലിറ്റിയിൽ വ്യത്യാസം വരും. അതുപോലെ താപനില, മർദ്ദം, ടെമ്പറേച്ചർ, പ്രഷർ എന്നീ ഘടകങ്ങളും സോലിബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. നേച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന സംഗതിയാണ്. ഒരല്പം നാഫ്തലീൻ എല്ലാവർക്കും പരിചയം ഉണ്ടാകും. പാറ്റ ഗുളിക എന്നുള്ള രൂപത്തിൽ പല സ്ഥലങ്ങളിലും വാഷ് ബേസിനുകളിലും ഒക്കെ ഹോട്ടലിലൊക്കെ ചെന്നാൽ നമ്മൾ കാണാറുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലും ചില സമയത്തൊക്കെ നമ്മൾ വാങ്ങിക്കാറുള്ളതാണ്. ആ നാഫ്തലീൻ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അത് ഡിസോൾവ് ചെയ്യത്തില്ല, അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ. എന്നാൽ പഞ്ചസാരയാണെങ്കിൽ ജലത്തിൽ ലയിക്കും നന്നായി എന്ന് നമുക്കറിയാം. ആ നേച്ചർ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സോലിബിലിറ്റി വ്യത്യാസം, ചിലതൊക്കെ ഡിസോൾവ് ചെയ്യുക തന്നെ ഇല്ല എന്ന് നമുക്ക് ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാകും. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിൽ വെക്കേണ്ടത് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന ഒരു പ്രിൻസിപ്പിളാണ്. അതായത് ഇന്റർമോളിക്കുലാർ ഇന്ററാക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ തന്മാത്രകൾ തമ്മിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം, അതല്ലെങ്കിൽ അതിന്റെ പാരസ്പര്യം അനുസരിച്ച്, അതിന്റെ വ്യത്യാസം അനുസരിച്ചാണ് ഏതെങ്കിലും പദാർത്ഥങ്ങൾ ഒരു സോൾവെന്റിൽ ലയിക്കുക അല്ലെങ്കിൽ ലയിക്കാതിരിക്കുക എന്നത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നാണ്. അപ്പോൾ പദാർത്ഥങ്ങളുടെ നേച്ചറുമായി ബന്ധപ്പെട്ട് പോളാർ, നോൺ പോളാർ എന്നുള്ള പദങ്ങൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇപ്പൊ പോളാർ ആയിട്ടുള്ള ഒരു സോല്യൂട്ട് ആണെങ്കിൽ അത് പോളാർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും. നോൺ പോളാർ ആയിട്ടുള്ള ഒരു സോല്യൂട്ട് ആണെങ്കിൽ അത് നോൺ പോളാർ ആയിട്ടുള്ള സോൾവെന്റിലെ ഡിസോൾവ് ചെയ്യുകയുള്ളൂ, നേരെ തിരിച്ച് നടക്കില്ല. പഞ്ചസാര ജലത്തിൽ ലയിക്കും, പഞ്ചസാര ബെൻസീൻ എന്ന ഒരു ലിക്വിഡിൽ ലയിക്കത്തില്ല. മറിച്ച് നാഫ്തലീൻ ബെൻസീനിൽ ലയിക്കും, ജലത്തിൽ ലയിക്കത്തില്ല. അപ്പോൾ ആ ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ടുണ്ടാകും. അപ്പോൾ സോലിബിലിറ്റിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത തരം സോല്യൂട്ടുകൾ വ്യത്യസ്ത തരത്തിലുള്ള സോൾവെന്റുകളിൽ ഡിസോൾവ് ചെയ്യുന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായി ഒരു സോളിഡ് ലിക്വിഡ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നത്, സോളിഡ് ആയിട്ടുള്ള സോല്യൂട്ട് ലിക്വിഡ് ആയിട്ടുള്ള സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. അപ്പോൾ നമ്മളൊരു സോളിഡ് ആയിട്ടുള്ള ഒരു സോല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ഡിസോൾവ് ചെയ്യും. അത് ഡിസോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ കൂടുതൽ സോല്യൂട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ സോല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും. ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡിസോൾവ് ചെയ്യാത്ത അവസ്ഥ. ഉദാഹരണമായി ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ എടുത്തിട്ട് അതിലേക്ക് അല്പം കെയിൻ ഷുഗർ ആഡ് ചെയ്യുന്നു, അത് ഡിസോൾവ് ചെയ്യും. വീണ്ടും അല്പം ആഡ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു അയണിക് സോൾട്ട് എടുത്താൽ കുറച്ചുകൂടി വേഗത്തിൽ ഡിസോൾവ്. സോഡിയം ക്ലോറൈഡ്, കറിയുപ്പ് നമ്മളെടുത്ത് ആഡ് ചെയ്യുന്നു, അത് ഡിസോൾവ് ചെയ്യുന്നു. കുറച്ചുകൂടി ആഡ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന കറിയുപ്പ് നേരെ അതിന്റെ അടിയിലേക്ക് അടിഞ്ഞു പോകുന്നതായി കാണാൻ പറ്റും. അതായത് പിന്നീട് ആ സൊല്യൂഷനിലേക്ക് വീണ്ടും സോഡിയം ക്ലോറൈഡ് ലയിക്കാത്ത ഒരവസ്ഥ, അതിനെയാണ് സാച്ചുറേറ്റഡ് എന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മൾ പറയുന്നത്. ആ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസൊല്യൂഷൻ പ്രോസസ്സ് നടന്ന് ഒരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. ആ ഇക്വിലിബ്രിയത്തിൽ സോളിഡ് ആയിട്ടുള്ള സോല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നതിന്റെ അളവും തിരിച്ച് സൊല്യൂഷനിലുള്ള ഡിസോൾവ് ചെയ്ത അവസ്ഥയിലുള്ള സോല്യൂട്ട് തിരിച്ച് ക്രിസ്റ്റലൈസ് ചെയ്യുന്നതിന്റെ അളവും അല്ലെങ്കിൽ സ്പീഡും ഒരേ വേഗത്തിലാകും. ദാറ്റ് മീൻസ് the number of particles dissolving becomes equal to those crystallizing back into solid state. എത്ര സോളിഡ് പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ എന്ന അവസ്ഥയിലേക്ക് പോകുന്നു, അത്രയും തന്നെ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തിരികെ ക്രിസ്റ്റൽ എന്ന രൂപത്തിലേക്ക്, സോളിഡ് എന്ന രൂപത്തിലേക്ക് വരുന്നു. അത് രണ്ടും ഒരേ റേറ്റിലാകുമ്പോൾ അതൊരു ഇക്വിലിബ്രിയം ആകും. ആ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ആ സൊല്യൂഷനെ, അത് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ എന്തുണ്ടാകണമെന്ന് നമുക്കറിയാം. ടെമ്പറേച്ചർ, പ്രഷർ പോലെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ കൃത്യമായി സ്റ്റേബിളായി അവിടെ ഉണ്ടാകണം, കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകണം. അപ്പോൾ ആ അവസ്ഥയിൽ ആ സൊല്യൂഷനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും സോല്യൂട്ട് ആഡ് ചെയ്താൽ ഡിസോൾവ് ചെയ്യാത്ത
അവസ്ഥയിലുള്ള സൊല്യൂഷനാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി dissolved can be termed as a saturated solution, and if a solution more solute can be dissolved, that solution can be termed as unsaturated solution. Here the solubility is the maximum amount of solute that can be dissolved in a solvent, specified amount of solvent at a particular temperature and pressure. Therefore solubility can be considered as the concentration of that substance in its saturated solution. ഇപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എത്രമാത്രം കോൺസെൻട്രേഷൻ ഉണ്ട് ആ സൊല്യൂട്ടിന്റെ, അതായിരിക്കും ആ സൊല്യൂട്ടിന്റെ സോലുബിലിറ്റി എന്ന നിലയിൽ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ കോൺസെൻട്രേഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച ഏത് കോൺസെൻട്രേഷൻ ടൈം ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. മോൾ ഫ്രാക്ഷൻ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ മൊളാരിറ്റി ഉപയോഗിച്ചോ മൊളാലിറ്റി ഉപയോഗിച്ചോ. അപ്പോൾ സാച്ചുറേറ്റഡ് എന്ന അവസ്ഥയിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന കോൺസെൻട്രേഷൻ ടൈം ഏതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം. അതിനെ നമുക്ക് സോലുബിലിറ്റി എന്ന നിലയിൽ കാണാം. സാധാരണഗതിയിൽ മോൾ പെർ ലിറ്ററിലുള്ള കോൺസെൻട്രേഷൻ ആണ് സോലുബിലിറ്റി എന്ന നിലയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോളിഡ് ആയിട്ടുള്ള സോല്യൂട്ട് ലിക്വിഡ് ആയിട്ടുള്ള സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റ് രണ്ട് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് നേച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിന്നാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എത്തുകയും സോലുബിലിറ്റി എന്താണെന്ന് പറയുകയും ചെയ്തത്. അപ്പോൾ സോലുബിലിറ്റി ഈ ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് സോലുബിലിറ്റി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് തന്നെ അറിയാം, നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കുന്ന സമയത്ത് അത് വീണ്ടും ലയിക്കാത്ത ഒരവസ്ഥയിൽ കുറച്ചുകൂടി ചൂടാക്കിയാൽ വീണ്ടും കുറച്ചുകൂടി ലയിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം. അപ്പോൾ എങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിലാണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില കൂടുന്നതിനനുസരിച്ച് സോലുബിലിറ്റി കൂടുന്നത് അല്ലെങ്കിൽ നേരെ തിരിച്ച് സോലുബിലിറ്റി കുറയുന്നത് എന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് സ്റ്റഡി ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സബ്സ്റ്റൻസ് സോളിഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ലിക്വിഡ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് വരുമ്പോൾ ഒരു സ്റ്റേജിൽ ടെമ്പറേച്ചർ പ്രഷറൊക്കെ സ്റ്റഡിയായി കീപ്പ് ചെയ്താൽ അതൊരു ഇക്വിലിബ്രിയത്തിലെത്തും, സാച്ചുറേറ്റഡ് ആകും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഡിസൊല്യൂഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് സൊല്യൂഷൻ എന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഡിസൊല്യൂഷൻ എന്ന പ്രോസസ്സ്, ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ്. നേരെ തിരിച്ച് ക്രിസ്റ്റലൈസേഷനും ഉണ്ട്, തിരിച്ച് നടക്കുന്ന പ്രോസസ്സ്. അത് രണ്ടും ഒരേ റേറ്റിൽ എത്തുന്നതാണ് ഇക്വിലിബ്രിയം. അപ്പൊ ഈ ഡിസൊല്യൂഷൻ പ്രോസസ്സിന്റെ നേച്ചർ എന്താണ്? അതൊരു പക്ഷേ എക്സോതേർമിക് ആകാം, എൻഡോതേർമിക് ആകാം. അപ്പൊ എക്സോതേർമിക് എൻഡോതേർമിക് എന്താന്ന് അറിവുണ്ട് നിങ്ങൾക്ക്, 11ാം ക്ലാസ്സിൽ വിശദമായി പഠിച്ചതാണ്. ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സ്, ഹീറ്റ് പുറത്തേക്ക് വിടുന്ന പ്രോസസ്സാണ് എക്സോതേർമിക്. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻഡോതേർമിക്. ഇപ്പൊ നമ്മളൊരു ഡിസൊല്യൂഷൻ പ്രോസസ്സ് നമ്മളൊരു പാത്രത്തിൽ നമ്മുടെ കയ്യിൽ വെച്ച് ഒരു സോൾവെന്റ് എടുത്ത് അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ കയ്യിൽ ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ അത് എക്സോതേർമിക് ആണ്. അങ്ങനെ അനുഭവപ്പെടുന്ന പ്രോസസ്സുകൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. നമ്മുടെ സാധാരണ ഇപ്പോൾ വളരെ കൂടുതലായി വീടുകളിൽ തന്നെ സോപ്പ് നിർമ്മാണം നിങ്ങൾക്ക് പരിശീലിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടാകാം. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തന്നെ സോപ്പ് ഉണ്ടാക്കുന്ന അവസ്ഥ. അപ്പോൾ അതിനാദ്യമായി നമ്മൾ ചെയ്യുന്നത് എന്താണ്? കാസ്റ്റിക് സോഡ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. കാസ്റ്റിക് സോഡ കുറച്ച് കൊറോസീവ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. നമ്മുടെ കയ്യിലൊക്കെ വീണാൽ പൊള്ളാനും അതല്ലെങ്കിൽ മറ്റ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും സാധ്യത, ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. വളരെ കോൺസെൻട്രേഷൻ കൂടിയ കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ അത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് പുറത്തേക്ക്, ഒരു എക്സോതേർമിക് ആണ്, അതുകൊണ്ട് പൊള്ളൽ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. എന്താണ്? എക്സോതേർമിക് ആയിട്ടുള്ള ഡിസൊല്യൂഷൻ പ്രോസസ്സിന് ഒരു എക്സാമ്പിൾ ആണ്. മറ്റ് ചില, അപ്പോൾ അമോണിയം ക്ലോറൈഡ് പോലെ ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് വാട്ടർ എടുത്ത് അല്പം അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ തണുപ്പ് അനുഭവപ്പെടും. അതിന്റെ കാരണം നമ്മുടെ കയ്യിൽ നിന്നും ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ്, എൻഡോതേർമിക് ആണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ ഉള്ള നേച്ചർ അനുസരിച്ച്, സൊല്യൂട്ടിന്റെ നേച്ചർ വ്യത്യാസം വരുന്നതിനനുസരിച്ച് അതിന്റെ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എക്സോതേർമിക്കോ എൻഡോതേർമിക്കോ ആകാം. അപ്പോൾ അതിനെ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെടുത്തി ലേഷാലിയേഴ്സ് പ്രിൻസിപ്പിൾ കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഡിസൊല്യൂഷൻ പ്രോസസ്സിനെ ടെമ്പറേച്ചറിന്റെ മാറ്റം എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഡിസൊല്യൂഷൻ പ്രോസസ്സ്, സോളിഡ് ആയിട്ടുള്ള സോല്യൂട്ട് ലിക്വിഡ് ആയിട്ടുള്ള സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ്, അത് എക്സോതേർമിക് ആണ് എങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ആ പ്രോസസ്സ് കുറയുകയാണ് ചെയ്യുന്നത്, അതിന്റെ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് എങ്കിൽ നേരെ തിരിച്ചുള്ള പ്രോസസ്സ്, അതായത് ആ സൊല്യൂഷനിൽ നിന്നും ആ സോല്യൂട്ട്
സോളിഡ് എന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്ന ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് എൻഡോതേമിക് ആയിരിക്കും. അപ്പോൾ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ഫോർവേഡ് പ്രോസസ്സ് എക്സോതേമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് പ്രോസസ്സ് എൻഡോതേമിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചൂട് അല്ലെങ്കിൽ താപനില ഉയർത്തിയാൽ, ഹീറ്റ് എനർജി കൂടുതലായി അങ്ങോട്ട് കൊടുത്താൽ, അങ്ങനെ ഒരു ഫോർവേഡ് പ്രോസസ്സ് എക്സോതേമിക് ആണെങ്കിൽ അതിന്റെ ബാക്ക്വേർഡ് എൻഡോതേമിക് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ കുറയ്ക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് പ്രോസസ്സ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഡിസൊല്യൂഷൻ നടക്കത്തില്ല. അപ്പോൾ ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതേമിക് ആണെങ്കിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സോലിബിലിറ്റി ഡിക്രീസസ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കാര്യവും എടുക്കാം. എന്താണ്? ഫോർവേഡ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എൻഡോതേമിക് ആണെങ്കിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സോലിബിലിറ്റി ഇൻക്രീസസ്. അപ്പോൾ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിന്റെ നേച്ചർ എക്സോതേമിക് ആണോ എൻഡോതേമിക് ആണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ടെമ്പറേച്ചറിന്റെ എഫക്റ്റ്. ഫോർവേഡ് അല്ലെങ്കിൽ ഡിസോൾവിങ് എന്ന അവസ്ഥയിലേക്ക് നടക്കുന്ന പ്രോസസ്സ് എക്സോതേമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലിബിലിറ്റി കുറയും. എന്നാൽ ഒരു സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എൻഡോതേമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അതിന്റെ സോലിബിലിറ്റി കൂടും. ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷന്റെ സോലിബിലിറ്റി സംബന്ധിച്ച് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട അടുത്ത ഘടകം പ്രഷറാണ്. പ്രഷർ അപ്ലൈ ചെയ്താൽ നമ്മൾ അവിടെ എങ്ങോട്ടാണ് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത്? അവിടെയുള്ള കമ്പോണൻസ് സോളിഡും ലിക്വിഡുമാണ്. നമുക്കറിയാം സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ നിയർലി ഇൻകംപ്രസിബിൾ. അത് കംപ്രസ് ചെയ്യപ്പെടാത്തതാണ്. പ്രഷർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അതിന് വോളിയത്തിൽ വലിയ മാറ്റം വരാത്തതാണ്. അതുകൊണ്ട് തന്നെ പ്രഷർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോഴുള്ള ആ സോളിഡിന്റെ സോലിബിലിറ്റിയെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല, അല്ലെങ്കിൽ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷന്റെ സോലിബിലിറ്റി സംബന്ധിച്ച് 4 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് നേച്ചർ ഓഫ് സോല്യൂട്ട്, മറ്റൊന്ന് നേച്ചർ ഓഫ് സോൾവെന്റ്. അത് രണ്ടും കൂടി ചേർത്ത് മനസ്സിലാക്കിയതാണ് നമ്മൾ. നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് സോല്യൂട്ട്, പിന്നീട് ടെമ്പറേച്ചർ, പ്രഷർ. സോൾവെന്റിന്റെയും സോല്യൂട്ടിന്റെയും നേച്ചർ എന്ന ഹെഡിങ്ങിൽ നമ്മൾ കണ്ടത് എന്താണ്? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. പോളാർ സോല്യൂട്ട് പോളാർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും, നോൺ പോളാർ സോല്യൂട്ട് നോൺ പോളാർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും. ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് എന്നുള്ള നിലയിൽ ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതേമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി കുറയും. ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതേമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റിയും കൂടും. അപ്പോൾ അക്കാര്യങ്ങളാണ് സോളിഡ് ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഗ്യാസിയസ് ആയിട്ടുള്ള ഒരു സോല്യൂട്ട് ഒരു ലിക്വിഡ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിന്റെ സോലിബിലിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ മുതലായ ഘടകങ്ങൾ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് പൊതുവെ മിക്ക ഗ്യാസുകളും ഒരു ലിക്വിഡ് സോൾവെന്റിൽ സോലിബിൾ ആണ്. അതുകൊണ്ട് നേച്ചർ എന്നുള്ളതിന്റെ ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ല. മിക്ക ഗ്യാസുകളും ഒരു ലിക്വിഡ് സോൾവെന്റിൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു വളരെ താഴ്ന്ന പരിധിയിലോ മറ്റു ഉയർന്ന പരിധിയിലോ ഏതെങ്കിലും സോലിബിലിറ്റി കൂടുതലോ കുറവായിരിക്കുമോ എന്നുള്ളൂ ഡിസോൾവ് ചെയ്യും. എന്നാൽ ഇവിടെ പ്രഷർ, ടെമ്പറേച്ചർ എന്നിവയ്ക്ക് വ്യക്തമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രഷർ കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി കൂടും. പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിൽ വെക്കേണ്ടുന്ന കാര്യം അതാണ്. ഏതൊരു ഗ്യാസും ഒരു ലിക്വിഡിനെ മുകളിൽ എത്രമാത്രം പ്രഷർ ചെലുത്തുന്നു അതിനനുസരിച്ച് അതിന്റെ സോലിബിലിറ്റി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് ആസ് പ്രഷർ ഓഫ് ദ ഗ്യാസ് അബോവ് ദ ലിക്വിഡ് ഇൻക്രീസസ്. ഇതിന് ഹെൻറീസ് ലോ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വ്യക്തതയോടെ പഠിക്കാൻ കഴിയുന്നത്. ഹെൻറീസ് ലോ പ്രകാരം സൊല്യൂഷന്റെ മുകളിലുള്ള ആ ഗ്യാസിയസ് കമ്പോണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ കമ്പോണന്റിന് സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷന് നേർ അനുപാതത്തിലായിരിക്കും എന്നാണ്. Henry's law states that the partial vapor pressure of the gaseous component in the vapor phase is directly proportional to the mole fraction of that component in solution. That is P proportional to chi, or P is equal to KH into chi. KH എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എന്ന് പറയും. ഏതൊരു ഗ്യാസിനെ സംബന്ധിച്ചും ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഒരു ഗ്യാസിന് ലിക്വിഡിലുള്ള സോലിബിലിറ്റി കൂടും എന്നുള്ളത്. അപ്പോൾ അത് ഹെൻറീസ് ലോയുടെ രൂപത്തിൽ നമ്മൾ അതിനൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഗ്രാഫിക്കലായി നമുക്ക് അതിനെ ഇപ്രകാരം കാണാൻ കഴിയും. പാർഷ്യൽ വേപ്പർ പ്രഷറും
മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ അതിൻ്റെ നേച്ചർ ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. P ഈക്വൽസ് KH ഇൻറ്റു കൈ എന്ന ഇക്വേഷനെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ആയിരിക്കും. ആ ലൈനിൻ്റെ സ്ലോപ്പ് ആയിരിക്കും KH എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ്. അപ്പോൾ ഹെൻറീസ് ലോയെ സംബന്ധിക്കുന്ന ഇക്വേഷൻ P ഈക്വൽസ് KH ഇൻറ്റു കൈ എന്നത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത KH വാല്യൂ കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി കുറയുമെന്നാണ്. ഇവിടെ സോലിബിലിറ്റിയെ സൂചിപ്പിക്കുന്നത് കൈ, മോൾ ഫ്രാക്ഷൻ എന്നുള്ള ടേമാണ്. അപ്പോൾ കൈ ഈക്വൽസ് P ബൈ KH ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ KH വരുന്നതുകൊണ്ട് KHന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് കൈയുടെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ വ്യത്യസ്ത ഗ്യാസുകൾക്ക് വ്യത്യസ്ത ടെമ്പറേച്ചറുകളിലും അതുപോലെ തന്നെ പല ഗ്യാസുകൾക്ക് ഒരേ ടെമ്പറേച്ചറിലും ഉള്ള KHന്റെ വാല്യൂസ് കമ്പയർ ചെയ്യുന്നതിനുള്ള ഒരു ടേബിൾ നിങ്ങൾ പരിശോധിക്കുക. അത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ തന്നിട്ടുള്ളതിൽ KHന്റെ വാല്യൂ ഏറ്റവും കുറവ് ഫോമാൽഡിഹൈഡ് എന്ന ഗ്യാസിനാണ്. 1.83 ഇൻറ്റു 10⁻⁵ കിലോ ബാർ ആണ് അതിൻ്റെ KH വാല്യൂ. അതുപോലെ തന്നെ മറ്റൊരു വസ്തുത, നൈട്രജന് 293 കെൽവിൻ 303 കെൽവിൻ രണ്ട് ടെമ്പറേച്ചറിലെ KHന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ കൂടിയപ്പോൾ KH വാല്യൂ കൂടുന്നതായിട്ടാണ് കണ്ടത്. അതുപോലെ തന്നെ ഓക്സിജനും രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറിലെ KH വാല്യൂസ് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂടിയപ്പോൾ KH വാല്യൂ കൂടുന്നതായി കണ്ടു. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ KH വാല്യൂ കൂടുന്നു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടെമ്പറേച്ചർ കൂടിയാൽ സോലിബിലിറ്റി കുറയുമെന്നാണ്. KH കൂടിയാൽ സോലിബിലിറ്റി കുറയും. അപ്പോൾ ഒരു ഗ്യാസിന് ലിക്വിഡിലുള്ള സോലിബിലിറ്റി ടെമ്പറേച്ചർ കൂടിയാൽ ആ സോലിബിലിറ്റി കുറയുമെന്ന് ഈ KHന്റെ വാല്യൂ ഉയരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് അക്വാറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ്, ജലത്തിൽ ജീവിക്കുന്ന ജീവികൾ, ഉയർന്ന താപനിലയുള്ള ജലത്തിനേക്കാൾ കൂടുതൽ അവർക്ക് ജീവിക്കാൻ ഇഷ്ടം ടെമ്പറേച്ചർ ഊഷ്മാവ് അല്ലെങ്കിൽ താപനില താഴ്ന്ന ജലാശയങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ആ ഭാഗത്തായിരിക്കും. അപ്പോൾ അങ്ങോട്ട് ചില ചൂട് കൂടിയ ജലം ഉള്ള സ്ഥലത്ത് നിന്ന് ചൂട് കുറഞ്ഞ ജലമുള്ള സ്ഥലത്തേക്ക് ജീവികളൊക്കെ പോകുന്നതായിട്ട് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹെൻറീസ് ലോ എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരുപാട് പ്രായോഗികത ഉള്ള ഒരു ലോ ആണ് ഹെൻറീസ് ലോ. നമ്മളെല്ലാം നേരിടുന്ന അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ കാണുന്ന ചില കാര്യങ്ങളിലും അല്ലാത്ത സന്ദർഭങ്ങളിലും ഒക്കെ ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് വളരെ വലുതായിട്ടുണ്ട്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഇവിടെ നമുക്ക് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ച് കിട്ടുന്ന സൊല്യൂഷനാണ് സോഡ വാട്ടർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ പല സോഫ്റ്റ് ഡ്രിങ്കുകളും പരിശോധിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടുള്ള അവസ്ഥ കൂട്ടുന്നതിന് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് ആ ഡ്രിങ്കിലുള്ള സോലിബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടി അതിന്റെ ബോട്ടിൽ സീൽ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഹൈ പ്രഷറിലായിരിക്കും. അപ്പോൾ അത് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. മറ്റൊന്ന്, സ്കൂബ ഡൈവേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ വളരെ ആഴത്തിലേക്ക് ഡൈവ് ചെയ്തു പോകുന്ന അവർക്ക് ശ്വസിക്കാൻ വേണ്ടി കൊടുക്കുന്ന ടാങ്കിൽ സാധാരണ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിസ് മിക്സർ ആയിരിക്കില്ല ഉള്ളത്. അതിന്റെ കാരണം വളരെ താഴ്ന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുതലായതുകൊണ്ട് ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരിച്ചവർ സർഫസിലേക്ക് വരുന്ന അവസരത്തിൽ ഈ പ്രഷർ കുറയുന്നത് മൂലം ഡിസോൾവ് ചെയ്ത ഗ്യാസ് ലിബറേറ്റ് ചെയ്യും, ഇവോൾവ് ചെയ്യും. അതിന്റെ ഡിസൊല്യൂഷൻ കുറയും, പ്രഷർ കുറയുമ്പോൾ. അപ്പോഴത്തേക്ക് അവിടെ നൈട്രജന്റെ ഒക്കെ ബബിൾസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ബബിൾ ബ്ലഡ് കാപ്പിലറിയിൽ കയറി ബ്ലോക്ക് ചെയ്യുകയും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന, ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ബെൻസ് എന്ന BENDS ബെൻസ് എന്ന അവസ്ഥയിലോട്ട് പോകാനും സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകുന്ന ടാങ്കിൽ ഹീലിയം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത ഗ്യാസിസ് മിക്സറാണ് ഉപയോഗിക്കാറുള്ളത്. മറ്റൊരു സംഗതി, നമ്മൾ പർവ്വതങ്ങളുടെ മുകളിലേക്ക് പോകുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ കുറച്ച് ഉയർന്ന മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ പരിശോധിച്ചാൽ വളരെ ഉയർന്ന മേഖലയിലോട്ട് പോകുമ്പോൾ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറും കുറവായിരിക്കും, ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവും കുറവായിരിക്കും. അപ്പോൾ അതിനെ തുടർന്ന് അങ്ങനെ നിരന്തരം അങ്ങനെയുള്ള മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പ്രോപ്പറായി തിങ്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥ കുറയുകയും അല്ലെങ്കിൽ അതിന് തിങ്കിങ്ങിന് ഒരു ഡിഫിക്കൽറ്റി വരികയും ശാരീരികമായ വീക്ക്നെസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. എനോക്സിയ എന്നാണ് ആ മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേര്. അപ്പോൾ അതെന്താണ്? പ്രഷർ കുറയുമ്പോൾ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നതിനാണ്.
ആദ്യമേ നമ്മൾ തിങ്കിങ് എബിലിറ്റി കുറയും എന്നാണ് പറഞ്ഞത്. കാരണം അറിയാമായിരിക്കും നമുക്കെല്ലാം ഓക്സിജൻ ഓക്സിഡേഷൻ പ്രോസസ്സിനാണ് ഉപയോഗിക്കുന്നത്, എനർജി റിലീസ് ചെയ്യുന്നതിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഓക്സിജന്റെ അളവ് കുറയുമ്പോഴത്തേക്ക് പ്രോപ്പറായി തിങ്ക് ചെയ്യാനുള്ള അവസ്ഥ കുറയുന്നു. ഇനി നമുക്ക് ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് പരിശോധിക്കാം. ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് ചെറിയ തോതിൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റുമായി ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടതാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കൂടുന്നത് കൊണ്ട് ആ ഗ്യാസിന് സോലിബിലിറ്റി കുറയുമെന്ന്. എന്നാൽ മറ്റൊരു തരത്തിൽ നമുക്കതിനെ കാണാവുന്നതാണ്. പൊതുവെ ഗ്യാസുകൾ ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് പരിശോധിച്ചാൽ അതൊരു കണ്ടൻസേഷന് സമാനമായി നമുക്ക് കാണാം. കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ വേപ്പറൈസേഷന്റെ നേരെ എതിരെയുള്ള പ്രോസസ്സാണ്, നേരെ തിരിച്ചു നടക്കുന്ന പ്രോസസ്സാണ്. വേപ്പറൈസേഷൻ ആണെങ്കിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും, കണ്ടൻസേഷൻ ആണെങ്കിൽ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും. അതായത് കണ്ടൻസേഷൻ എന്നുള്ളതൊരു എക്സോതേർമിക് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോസസ്സാണ്. അപ്പൊ ഡിസൊല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് എന്നുള്ളതിനെയും നമുക്ക് അതുപോലെ കാണാം. എന്താണ്? എക്സോതേർമിക് ആണ് ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെ ഷാലിയർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ടെമ്പറേച്ചർ ഉയരുന്നതിനനുസരിച്ച് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഡിക്രീസ് ചെയ്യും എന്നുള്ളത്. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രഷർ, ടെമ്പറേച്ചർ എന്നിവയുടെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ പരിശോധിച്ചത്. അതുമായി ബന്ധപ്പെട്ട 2 പ്രോബ്ലംസ് നൽകിയിട്ടുണ്ട്, അത് സോൾവ് ചെയ്യുക. അതിനോടൊപ്പം ഇതുവരെ നമ്മൾ പഠിച്ച 2 ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്ത് വളരെ നന്നായി അടുത്ത ഭാഗത്തിലേക്ക് തയ്യാറെടുക്കുക.